അതിൽ ഈ വിജയ് എന്ന് പറയുന്ന നടനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോടൊപ്പം തന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരു നടിയുമായി വർഷങ്ങളായി ബന്ധമുണ്ട് എന്നും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൽ നിന്ന് വിവാഹമോചനം വേണമെന്ന രീതിയിലും ഒക്കെയുള്ള അവർ കൊടുത്ത പെറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം സൈബർ ലോകവും അല്ലാതെ സോഷ്യൽ മീഡിയ അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വിജയെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവിടുത്തെ മുഖ്യ കക്ഷികൾ, രാഷ്ട്രീയ കക്ഷികൾ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളൂ. തീർച്ചയായും വിജയുടെ ആ ഒരു രാഷ്ട്രീയ പ്രവേശനം തൊട്ട് ഒരു സിനിമ, ഒരു നാടകീയത നമ്മൾ പൊതുവെ കാണുന്നുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. ഈ വിജയുടെ ആദ്യ സമയം തന്നെ ഇയാൾ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ അണികളെ കാണുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തോളം അത്രയും ആൾക്കാർ വരുമെന്ന് പോലും ഈ പറയുന്ന സ്റ്റാലിന്റെ അല്ലെങ്കിൽ സ്റ്റാലിന്റെ DMK പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ രണ്ടാമതാണ് ഈ പറയുന്ന കരൂർ ദുരന്തമൊക്കെ ഉണ്ടാവുന്നത്. അന്നും അത്രയധികം ആളുകൾ ഇങ്ങോട്ട് വിജയുടെ അടുത്തേക്ക് എത്തുക, അല്ലെങ്കിൽ വിജയ്ക്ക് അത്രയധികം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഇതിനു മുൻപും ഒരുപാട് നടന്മാർ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഒരു സക്സസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതെ, അതിനുശേഷം കമൽഹാസൻ ഉണ്ടായിരുന്നു, രജനീകാന്ത്, അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ടൊരു തട്ടകം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയ ആൾക്കാരാണ്. പക്ഷേ വിജയെ സംബന്ധിച്ച് ഇതിനു മുൻപായിരുന്നു, കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിജയും നടി തൃഷയും അവരുടെ ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഇവരുടെ ഈ പറയുന്ന ഗോവയിലായിരുന്നു വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവർ പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ അതേപോലെ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു ഈ ജസ്റ്റിസ് ഫോർ സംഗീത എന്ന രീതിയിൽ ഒരു ഹാഷ്ടാഗിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം തൃഷയ്ക്കും ഈ വിജയ്ക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കുറെ കാലങ്ങൾ ഇതങ്ങ് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നീട് വലിയ രീതിയിൽ ഓളങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒരു BJP നേതാവ് പൊതു ഇടത്തിലേക്ക് വന്നത് പറയുന്നതാണ്, ആദ്യം വിജയ് തൃഷയെ വിട്ട് പുറത്തേക്ക് വരണം. അന്ന് പറയുന്ന നടി തൃഷ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കാരണം ജോസഫ് വിജയ് എന്ന് പറയുന്ന വിജയോ സംഗീതയോ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ ഒന്നെങ്കിൽ വിജയ് അല്ലെങ്കിൽ സംഗീതയുടെ അവരുടെ അഭിപ്രായങ്ങൾക്കാണല്ലോ കൂടുതൽ ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ രണ്ടുപേരുടെയും പ്രതികരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഇതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഇതേപോലെ സംഗീത ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അത് വിവാഹമോചന പെറ്റീഷൻ ആണ്. അതിനകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് 1998 വിജയും സംഗീതയും തമ്മിൽ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം 2000-2001 തൊട്ടാണ് ഈ പറയുന്ന നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന സംഗീത പെറ്റീഷനിൽ പറയുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് കുടുംബ ബന്ധത്തിലുള്ള ഇതേപോലെ തകർച്ചകളെ പറ്റിയിട്ടും കുറെ അധികം സഹിച്ചു, അല്ലെങ്കിൽ കുറെ അധികം മുന്നോട്ട് പോകാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. ചേട്ടൻ ആലോചിക്കണം, 25 വർഷമാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ജീവിതം. 26 വർഷം കഴിയുന്നു. അതെ, അത്രയും വർഷങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ലൈഫുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു സമയം ഈ പറയുന്ന വിവാഹമോചനത്തിന്റെ ഹർജി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്ന രീതിയിൽ തമിഴ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം വിജയുടെ ഏറെ നാളത്തെ ഈ പറയുന്ന അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള ഇലക്ഷനാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ അത്രയധികം തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന കരൂർ ദുരന്തമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമ വിലക്കുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയത്താണ് ഇത്. ഈ സമയം തന്നെ വെച്ചുകൊണ്ട് തന്നെ ആ സമയത്തിൽ തന്നെ തോന്നിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. അത് ഈ സമയത്ത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, അതും ഇപ്പൊ ആതിര പറയുന്ന പോലെ 26 വർഷം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ 26 വർഷവും അല്ലെങ്കിൽ പോട്ടെ, ഈ സിനിമ ഫീൽഡ് സിനിമയാണ് ആവട്ടെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ്. ഈ പ്രൊഫഷനിൽ നമുക്കിപ്പം നമ്മളൊക്കെ മാധ്യമ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം പല തരത്തിൽ പല മേഖല, ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സിന്റെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റു മേഖലയിലുണ്ട്. സ്ത്രീ സുഹൃത്തുക്കൾ പുരുഷന്മാർക്കുണ്ടാകും, സ്ത്രീകൾക്ക് പുരുഷന്മാരായിട്ടുള്ള പക്ഷെ അതെല്ലാം ഒരു പ്രൊഫഷനിൽ അതിനൊരു ലിമിറ്റ്, സ്വയം ഒരു ലിമിറ്റും അല്ലെങ്കിൽ ഒരു അതിർവരമ്പും ഇല്ലാതെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് അത്തരത്തിലുള്ള കഥകൾക്ക് പിന്നെ പഞ്ഞം കാണത്തില്ല. അതൊരു ലിമിറ്റ് വിടുന്ന സമയത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു ആരാധകർ ഉള്ള ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പറയുന്ന കഥ, അദ്ദേഹത്തിന് 26 വർഷം അദ്ദേഹത്തിന്റെ ഭാര്യ സഹിച്ചു
എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഈ പറയുന്ന ഈ അവസരത്തിൽ അതൊരു ഉണ്ടാക്കുന്ന ഒരു കഥയാണ്. കാര്യം പക്ഷെ അത് സംഗീത, കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പറയുന്നത്, അവർ ഡയറക്റ്റ് ആയിട്ട് ഈ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിനു മുൻപ് ഈ പറയുന്ന ഊഹാപോഹങ്ങളൊക്കെ, ഈ പറയുന്ന കഥകളൊക്കെ ഇതിനു മുൻപും ഒരുപാട് രീതിയിൽ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ജോസഫ് വിജയ് എന്നല്ലേ വിജയുടെ പേര് അല്ലെ? അദ്ദേഹം ഈ പറയുന്ന ഇപ്പൊ DMK എന്ന് പറയുന്നത് കരുണാനിധി എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയക്കാരൻ്റെ, അത് MGR കരുണാനിധി, ആ ഒരു കാലഘട്ടത്തിലുള്ള കരുണാനിധിയുടെ മകനാണ് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. കരുണാനിധിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? കരുണാനിധിയുടെ ഭാര്യമാർ എത്ര? അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കരുണാനിധിയുടെ കനിമൊഴി എന്ന് പറയുന്ന ഒരു അനുജത്തിയുണ്ട്. ഇത് ഇങ്ങനെ പല അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ തന്നെയാണ് ചേട്ടപ്പോ ഒരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ തമിഴ് രാഷ്ട്രീയം അറിയാവുന്നതാണെങ്കിലും തൃഷയുടെ ആണെങ്കിലും ഇവർ രണ്ടുപേരുടെയും ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ജയലളിത ആകാൻ നോക്കുകയാണോ, ഇത് അടുത്ത കരുണാനിധിയാണോ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? സംഗീതയെ ആലോചിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ ഹാഷ്ടാഗ് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു വിഷയം അറിയോ, വിജയെ സംബന്ധിച്ച് അച്ഛൻ അദ്ദേഹത്തിന് ഒരു വലിയ പാരമ്പര്യം, കാര്യം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പാരമ്പര്യത്തിന്റെ പിറകെ പോകുന്ന ആൾക്കാരാണ്, പാരമ്പര്യമാണ് നോക്കുന്നത്. ഇപ്പൊ കരുണാനിധി, നമ്മൾ പറഞ്ഞു കരുണാനിധി വലിയ പാട്ടെഴുത്തുകാരനാണ്, MGRനോടൊപ്പം നിന്ന ഇരുവർ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അത് മാത്രമല്ല എൻ്റെ ഈ പ്രായത്തിനിടയിൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു തന്നെ എനിക്ക് കരുണാനിധി MGR ബന്ധം, തമിഴ് രാഷ്ട്രീയം, ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ അവര് കരുണാനിധിയുടെ മകൻ എന്ന രീതിയിൽ ഈ പറയുന്ന സ്റ്റാലിന് കിട്ടുന്ന ഒരു പ്രോവിനൻസ്, ഇദ്ദേഹം ഒന്നിലും പെടാത്ത ഒരാളല്ലേ. അപ്പൊ പാരമ്പര്യം കൂടെ നോക്കുന്നുണ്ട്, സിനിമ മാത്രമല്ല. അപ്പൊ ഈ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ നോക്കുമ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ ഒരു ജയലളിതയായി തീർന്നാലോ. ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് DMK തന്നെ ആയിരിക്കാം. DMK സംബന്ധിച്ച് അവർക്കൊരു പാരമ്പര്യം പറഞ്ഞുകൊണ്ട്, പിന്നെ ഈ അവിഹിത കഥ എന്ന് പറയുന്നത് കേരളത്തിലൂടെ CPM അവിഹിത കഥകളിലൂടെയാണ് ഓരോരുത്തരെ പൂട്ടുന്നത് അറിയാലോ. സ്വന്തം പാർട്ടിയിൽ ഇഷ്ടപ്പെടാതെ വരുന്നവരെ അവർ തന്നെ പൂട്ടുന്നത് ഒളിക്യാമറയിലൂടെ വെച്ചുകൊണ്ട് ഉള്ള പരിപാടികൾ അറിയാമല്ലോ. ചേട്ടാ, നമ്മൾ എതിർ കക്ഷികൾ പറയുന്നതിനെക്കാട്ടിലും സ്വന്തം ഭാര്യ പറയുമ്പോഴാണ്. പക്ഷെ ഇതിനകത്ത് സ്വന്തം ഭാര്യ 26 വർഷം അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിട്ടും സിനിമയാണ് ഫീൽഡ് എന്ന് പറയുന്നത്, സിനിമാ ഫീൽഡാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹം സിനിമയിൽ ഒരു നായകനാണെന്നും ഈ പറയുന്ന ഭാര്യ പദവി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. സിനിമാ ഫീൽഡ് അല്ലേ, അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഈ ഭാര്യ. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ചേട്ടാ. സംഗീതയ്ക്ക് ഇപ്പോൾ ആണ് വിവാഹമോചനം വേണ്ടി വന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ ജീവിതമാണ്, അവർക്ക് ഇപ്പൊ വിവാഹമോചനം വേണം തോന്നി അവര് പെറ്റീഷൻ കൊടുക്കുന്നു. അതിനകത്തിൽ ഒരു നമുക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലല്ല ഞാൻ പറയാം. ഞാൻ ഒരിക്കലും അവർ പറയുന്ന അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിന് ഖണ്ഡിക്കുന്നതല്ല. ഞാൻ ഈ പറയുന്ന പോലെ ഇത് നമ്മൾ ഈ കാണുന്നത് എന്ന് പറയുന്നത്, പക്ഷെ ഇത് ഉപയോഗിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. വിജയുടെ ഇമേജിനെ തകർക്കുക, ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് കിട്ടാൻ ഭയക്കുന്നുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കപടത കാണിക്കുന്ന ഈ പറയുന്ന കരുണാനിധിയുടെ കുടുംബം വല്ലാതെ മറ്റൊരു ജയലളിതയായി മാറുമോ എന്ന ഒരു പേടി ഇവരെ സംബന്ധിച്ചുകൊണ്ട് അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ക്യാപ്സൂളുകൾ. ഈ ഇലക്ഷൻ അടുത്ത് വരുന്നത് ഏതാണ്ട് എത്രയെങ്കിലും സീറ്റ് അദ്ദേഹത്തിന് കൊണ്ട് പോരാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് പോകണമെങ്കിൽ തൃഷ ഇതിനൊരു മറുപടി പറയേണ്ടി വരും. അല്ല, സംഗീത ഒരിക്കലും തൃഷയുടെ പേര് പറഞ്ഞിട്ടില്ല. പെറ്റീഷനകത്തിൽ ഒരിക്കലും തൃഷയുടെ പേര് പറഞ്ഞിട്ടില്ല. ഒരു തൃഷ എന്നൊക്കെ ഉള്ളത് ഇവർ കണ്ടെത്തി പറയുകയാണ്. ഈ BJP നേതാവല്ലേ ആദ്യം പറയുന്നത് അല്ലേ? BJP നേതാവല്ലേ പൊതുവേദിയിൽ പറയുന്നത്. അല്ല, BJP നേതാവിന്റെ അപ്പുറത്തേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തേക്ക് വിടുന്നതും ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗിൽ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നതും അങ്ങനെയാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന BJP നേതാവ് ഒരു പൊതു ഇടത്തിലേക്ക് വന്ന് തൃഷയുടെ പേര് പറഞ്ഞ് വിജയെ അപമാനിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. കാരണം വിജയ്ക്ക് ഈ പറയുന്ന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു യോഗ്യതയൊന്നുമില്ല വിജയ്ക്ക് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇതായിരിക്കും ഒരു കുടുംബ ബന്ധം പോലും മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ നേതാവായി മാറാൻ പറ്റുന്നത്? ഇത് വെച്ചിട്ട് തന്നെ അയാളുടെ ഇമേജ് തകർക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമാണ് ഈ പറയുന്ന വിവാഹമോചന പെറ്റീഷൻ. അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് എത്രയോ വിവാഹമോചനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഒരു നേതാവ് എന്ന രീതിയിൽ, ഒരു പക്ഷെ ഒരു നടനെന്ന വിജയ്ക്ക് അപ്പുറത്തേക്കും അദ്ദേഹം ഒരു നേതാവായതുകൊണ്ടായിരിക്കാം ഇത്രയധികം അദ്ദേഹത്തിനെ എഫക്ട് ചെയ്യുന്നതും. അതേപോലെ തന്നെ വിജയ് ഒരുപാട് ആൾക്കാർ പേടിക്കുന്നുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയം കുടുംബവും തന്നെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ആ ഭയം തന്നെയാണ് ഇപ്പോ വിജയുടെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വൻ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കുക. അതിപ്പോ ഈ പറയുന്ന രീതിയിൽ ആ സിനിമ തടഞ്ഞു, അതിനപ്പുറത്തേക്കും കരൂർ ദുരന്തത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വിജയുടെ തലയിൽ കൊണ്ടുവച്ചു.
അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോ വിജയുടെ ഇമേജ് തകർക്കാൻ ഈ പറയുന്ന പരസ്ത്രീ ബന്ധം എന്ന് പറയുന്ന അവിഹിതം എന്ന് പറയുന്ന വലയത്തിലേക്ക് ഇട്ട് വിജയ് എങ്ങനെയെങ്കിലും തകർക്കാമെന്നുള്ള ഒരു രീതി തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു അത് നടക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. വിജയ് വളരെ ബോൾഡാണ്, കൃത്യമായ മറുപടി നൽകുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിന് വൻ ചതിക്കുഴിയിൽ വീഴത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ യോഗത്തിൽ, പാർട്ടി യോഗത്തിൽ നടന്നത്. അവിടെയും അദ്ദേഹം കയറി വന്നില്ലേ. ശരിക്കും അദ്ദേഹം ഒരു ഫീനിക്സ് പക്ഷി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കയറി വന്നത്. ഇതിൽ അദ്ദേഹം ഈ പറയുന്ന ചട്ടക്കൂടെല്ലാം പൊളിച്ച് അദ്ദേഹം വരും. കാര്യം ഈ നിർമ്മിത കഥകൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല. ഈ പറയുന്ന പോലെ വളച്ച് കെട്ടി പറയുന്ന കഥകൾക്ക് അത് പൊട്ടി പുറത്ത് വരിക തന്നെ ചെയ്യുക. അതങ്ങനെ ഒരുപാട് നാൾ കൂട്ടിയിരിക്കാൻ കഴിയില്ല. അതങ്ങ് പൊട്ടിപ്പോകാനുള്ള ഈ പൊട്ടിപ്പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. വിജയ് ഇത് പൊളിച്ച് തന്നെ പുറത്തു വരും. കാര്യം അദ്ദേഹത്തിന്റെ ആരാധന കൊണ്ടൊന്നുമല്ല, നമ്മൾ സംസാരിക്കുന്നത് നിഷ്പക്ഷമായിട്ട് തന്നെയാണ്. അദ്ദേഹത്തിനോടുള്ള ആരാധനയുള്ളവർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിനേക്കാൾ ഉപരി ഇത് വ്യക്തമായ രാഷ്ട്രീയമാണ്, വ്യക്തിഹത്യയാണ്. വ്യക്തിഹത്യയിലൂടെ അദ്ദേഹത്തിനെ തകർക്കാം. അദ്ദേഹത്തിന് അതിനുള്ള മെന്റൽ പവർ ഉണ്ട്. കാര്യം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ സംഭാഷണത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അവർ അപ്പോൾ നടക്കുന്ന അതിനനുസരിച്ച് അങ്ങ് നീങ്ങി പോകുന്ന അവിടെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ കറക്റ്റ് പറയാനുള്ള വശം പറയുക എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇതുവരെ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഭാഗം കൃത്യമായിട്ട് പറയുന്നവരുണ്ട്, എതിർത്ത് പറയുന്നവരുണ്ട്. ഇപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്ന ഇപ്പം ഏഷ്യാനെറ്റ് തന്നെ ആ ദുരന്തം ഉണ്ടാകുമ്പോൾ വിജയെ വല്ലാതെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അദ്ദേഹത്തിന്റെ കോടതിയിലും വിചാരണയും മറ്റും നടക്കുമ്പോൾ അവിടെ അപ്പോൾ നടക്കുന്ന ആ ഭാഗം എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു തമിഴ് രാഷ്ട്രീയം വല്ലാതെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രഭാവത്തിൽ ഭയപ്പെടുന്നത് കൊണ്ട് ഉണ്ടാക്കുന്ന നിർമ്മിത കഥകളാണ്. ഈ നിർമ്മിത കഥകൾക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. അദ്ദേഹം ഈ കെട്ടുപൊട്ടിച്ചൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റാൻഡ് അദ്ദേഹത്തിന് ഉണ്ടാകും. വരും ഭാവിയിൽ അത് അദ്ദേഹത്തിന് പ്രകടമാക്കാൻ, അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് പ്രകടമാക്കാൻ സാധിക്കുമെന്നതിനെ നമുക്ക് വിശ്വസിക്കാം.